ഇന്നെൻ്റെ ഓഫ് ഡേ. സോ ലെറ്റ്സ് മേക്ക് ചിക്കൻ ബിരിയാണി. അപ്പോൾ ഗൈസ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു ബോൺലെസ് 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണക്കണാന്ന് വെട്ടിയിട്ടിട്ട് അതിനകത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള മസാല മൊത്തം ആഡ് ചെയ്തിട്ട് ഞാൻ ചിക്കൻ മസാല വീട് മൊത്തം അരിച്ച് പറക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ ബേബിൻ്റെ എക്സ്പയർ കഴിഞ്ഞ് മസാല കിട്ടി. അത് ഞാൻ എന്തായാലും അതിനകത്ത് വാരിയിട്ട് ഒരു 4 സവാളയുടെ ആവശ്യമുണ്ടായിരുന്നു. സവാള അരിഞ്ഞതിൻ്റെ വിഷമമാണ് ഇപ്പോൾ എൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എരിഞ്ഞ് വെച്ചിരിക്കുന്ന മൊത്തം സാധനങ്ങൾ ഈ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ്റെ വറുക്കാനായിട്ടുള്ള എണ്ണ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. അത് ഞാൻ ഓർത്തത് ചിക്കൻ വറുക്കുന്നതിന് മുന്നേ എനിക്ക് സവാള വറുക്കണമെന്ന്. സവാള വറുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരിയും കഴുകി ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിക്കൻ വെയിറ്റ് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആക്രാന്തം സഹിക്കാൻ പറ്റാണ്ടായി. ഞാൻ എൻ്റെ അണ്ണാക്കിലേക്ക് ഒരു തിരികെ കയറ്റി പായ മൊത്തം പൊള്ളി. ലാസ്റ്റ് ഞാൻ എൻ്റെ വായ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ബിരിയാണി ഉണ്ടാക്കാനുള്ളത്. അതിന് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് എൻ്റെ സാധനങ്ങൾ മൊത്തം അതിനകത്ത് കൊണ്ടുവന്നിട്ട് സവാള ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന കാരണം ഞാൻ സവാള ഇത് മൊത്തം വഴറ്റിയതിന് ശേഷമാണ് അതിനകത്ത് ആഡ് ചെയ്തത്. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന മസാലസ് മൊത്തം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രം ഞാൻ ഈ ഷാൻ്റെ മസാലയാണ് ഇപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. അത് ഞാൻ കൊണ്ടുവന്ന് അതിനകത്തിട്ട് എല്ലാം കൂടെ കമത്തി. ഇത് സെറ്റാവുന്ന 2 മിനിറ്റിൽ ഞാനൊരു ഭാവിയെ പറ്റി ആലോചിച്ചു നിന്നു. ബിരിയാണിയും അതിൻ്റെ ഗ്രേവിയും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ദം ചെയ്യാൻ പോകും. ഗ്രേവി ഉണ്ടപ്പോൾ തന്നെ ഏതാണ്ട് ബിരിയാണി ഫ്ലോപ്പ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഞാനതൊന്നും മൈൻഡാക്കാണ്ട് അതിങ്ങനെ വരവേ നിന്ന്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ നേരത്തെ ബിരിയാണി പ്രിപ്പറേഷൻ ശേഷം we are going to have our first bite of biryani. So good. Guys, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. Do not try my recipe at home or try it at your own risk. Especially first time ഫുഡ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ never try my recipe. Bye.